ഒരു സിനിമയെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ വീഡിയോസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വല്ലപ്പോഴേ വരാറുള്ളൂ. പക്ഷേ ലോകയെക്കുറിച്ച് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഈ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്തവണ ലോകയെ മിന്നൽ മുരളിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന ടോക്കുകൾ എക്സിൽ കണ്ടത് കാരണമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മിന്നൽ മുരളിയെ ലോകയുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ടോക്സൊക്കെ ഒരു സൈഡിൽ ഉണ്ട്. പക്ഷേ കമ്പാരിസൺസ് വരുന്നത് നോർമലാണ്. കാരണം സൂപ്പർ ഹീറോ ജോണറിൽ വരുന്ന രണ്ട് സിനിമകൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട രണ്ട് സിനിമകൾ. സോ കമ്പാരിസൺസ് വരും, അത് നോർമലാണ്. പിന്നെ ലോകയ്ക്കും മലയാളത്തിൽ കമ്പയർ ചെയ്യുന്ന നിലവിൽ ഉള്ളത് മിന്നൽ മുരളി മാത്രമാണ്. അല്ലാതെ ഇവിടെ എടുത്തു പറയാനായിട്ട് വേറെ നല്ല സൂപ്പർ ഹീറോ സിനിമകൾ ഇല്ലല്ലോ. അതിപ്പോൾ RDX വന്നപ്പോൾ തല്ലുമാലയായിട്ടും അജഗജാന്തരത്തിനായിട്ടും കമ്പയർ ചെയ്തിട്ട് താരതമ്യം ചെയ്യാൻ മാത്രം ഒരു സിനിമ ഉള്ളത് കാരണമാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഒരു നോർമൽ ഡിബേറ്റ് ആണ്. മല്ലു ട്വിറ്ററിലെ കൾച്ചർ പ്രകാരം ഇതൊക്കെ സീസണലി നടക്കുന്നതാണ്. ഈ ഒരു കേസിൽ ഞാൻ മിന്നൽ മുരളിയാണ് പിക്ക് ചെയ്യുക. കാരണം എനിക്ക് ജെയ്സണോട് കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റിയിരുന്നു. അതായത് മിക്ക ആളുകളും അയാളെ ഒരു ഫെയിലർ പോലെയാണ് കാണുന്നത്. ആൻഡ് ഈവൻ ജെയ്സൻ്റെ സിബ്ലിങ്ങിന് പോലും അയാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ആൻഡ് സൂപ്പർ ഹീറോ സിനിമകളിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തതിൽ ഭയങ്കരമായിട്ട് വർക്കാവുന്ന ഒരു കാര്യമാണ് ഈ അണ്ടർഡോഗ് നെറേറ്റീവ്. അത് എനിക്ക് മിന്നൽ മുരളിയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ലോകയിലെ ചന്ദ്രയുടെ സിറ്റുവേഷൻസ് എനിക്ക് മനസ്സിലാവാത്തൊന്നല്ല. പക്ഷേ ഒരു പേഴ്സൺ എന്ന നിലയിൽ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ ഒരു സിനിമയിൽ കാണുമ്പോൾ വരുന്നൊരു ഇമോഷണൽ കണക്ഷനുണ്ട്. അതെനിക്ക് മിന്നൽ മുരളിയിൽ നിന്ന് കിട്ടിയിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ലോകയിൽ കിട്ടാത്തതിൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യില്ല. കാരണം എല്ലാ സിനിമകളും ഈ അണ്ടർഡോഗ് നെറേറ്റീവ് പിടിച്ച് തന്നെ പോകണം എന്നില്ലല്ലോ. ലോകയിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേറൊരു കാര്യമുണ്ടായിരുന്നു, അതവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. എനിക്ക് മിന്നൽ മുരളി കണ്ടപ്പോഴൊക്കെ മാർവലിൻ്റെ സ്പൈഡർമാൻ നിന്ന് ഇൻഫ്ലുവൻസുകൾ വന്ന പോലെ തോന്നിയിരുന്നു. ആ അണ്ടർഡോഗ് നെറേറ്റീവൊക്കെ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ആ ബസ് രക്ഷിക്കുന്ന സീനൊക്കെ സ്പൈഡർമാൻ 2 ട്രെയിൻ രക്ഷിക്കുന്ന സീൻ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസുകൾ വരുന്നതിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കണ്ട സിനിമകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടായ കാരണം ലോകത്ത് പല ഫിലിം മേക്കേഴ്സും ഗ്രേറ്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് വന്ന് ചെയ്യുന്നതും കക്കുന്നതും സെയിം അല്ല. പക്ഷേ ലോക ഇവിടുത്തെ ഐതിഹ്യമാല അനുസരിച്ചാണ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നതെങ്കിലും എനിക്കിത് എക്സ്മെൻ പോലെയാണ് തോന്നിയത്. അതായത് സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ ടീമായി ഫോം ചെയ്യുന്നതും അവർക്കൊരു തലവനുള്ളതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എക്സ്മെൻ വൈബ്സ് ആണ് കിട്ടിയത്. ആൻഡ് മൂത്തോൺ ഈസ് ദ പ്രൊഫസർ എക്സ് ഓഫ് ദിസ് യൂണിവേഴ്സ്. മിന്നൽ മുരളി ഒരു ഫെമിലർ ആയൊരു ട്രാക്ക് എന്ന് കഥ പറയുന്നൊരു സിനിമയാണ്. ലൈക്ക് ഈ അണ്ടർഡോഗ് ട്രാക്കും അയാൾക്ക് അവിടെ തന്നെ അയാളെപ്പോലെ ഒരു സ്ട്രോങ്ങർ ആൻഡ് നെമസിസ് ഉള്ളതൊക്കെ ഒരു സൂപ്പർ ഹീറോ ജോണർ സിനിമകളിൽ നോർമലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇത് ഇവിടുത്തെ കൾച്ചറിൽ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നടക്കുന്ന ഒരു കഥയാണെന്ന് നാച്ചുറലി തോന്നിപ്പിക്കും. പക്ഷേ ലോകയുടെ കേസ് ഇങ്ങനെയല്ല. വാമ്പയർ ഫിലിംസ് പുറത്തും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വാമ്പയറും ഇവിടുത്തെ ഫോക്ലോർ കൾച്ചറിൽ നിന്ന് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് അത് നൈസായിട്ട് ബിൽഡ് ചെയ്തൊരു സിനിമയാണ് ലോക. ഇങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യൻ ഫിലിംസ് തന്നെ സൂപ്പർ ഹീറോ ജോണറിൻ്റെ കേസിൽ മുന്നേ ചെയ്തിട്ടുള്ളതൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോക ഒരു ഫ്രഷ് അറ്റംപ്റ്റ് ആണ്. പോരാത്തതിന് ഇതൊരു ഫീമെയിൽ സൂപ്പർ ഹീറോ ഫിലിം കൂടിയാണ്. അതും ഇവിടെ മുന്നേ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. മിന്നൽ മുരളി ഇന്ത്യയിലെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യും. അത് മലയാളത്തിൽ മാത്രം സെറ്റാവുന്ന ഒരു സംഭവമല്ല. തമിഴിൽ ചെയ്യണമെങ്കിൽ കൾച്ചറലായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയാൽ മതി. തെലുങ്കിൽ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് മിന്നൽ മുരളി ഇന്ത്യയിലെ ഏത് ലാംഗ്വേജിലും പോകുന്നൊരു തരം കണ്ടൻറ്റാണ് അതിൽ ഉള്ളത്. പക്ഷേ ലോകയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം സാധ്യമല്ല. കാരണം കൾച്ചറൽ ഡിഫറൻസ് എന്ന സംഭവം അതിൽ വരുത്തിക്കാൻ പറ്റില്ല. കാരണം ഈ സിനിമ തന്നെ ഇവിടുത്തെ ഫോക്ലോർ കൾച്ചറിലുള്ള ക്യാരക്ടേഴ്സിനും പറ്റിയിട്ടാണ്. സോ ഇത് മലയാളത്തിലല്ലാതെ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ് നടത്താൻ സാധിക്കില്ല. സാധാരണ രണ്ട് സിനിമകളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കൺക്ലൂഷനിലെത്തുമ്പോൾ എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതിന് വ്യക്തമായ പോയിന്റ്സ് പറഞ്ഞിട്ട് തന്നെയാണ് അത് പറയാറുള്ളത്. പക്ഷേ ഗ്രേറ്റായ രണ്ട് സിനിമകളെടുത്ത് അതിനെ താരതമ്യം ചെയ്ത് അതിലൊരു ബെറ്റർ സിനിമ സെലക്ട് ചെയ്യുന്നത് എനിക്ക് ടഫാണ്. കാരണം ഇതിപ്പോൾ ഒരെണ്ണം ഒരു ഗുഡ് കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണെങ്കിൽ ആൻഡ് മറ്റേത് ഗ്രേറ്റ് കാറ്റഗറി ആയിരുന്നെങ്കിൽ സെലക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ രണ്ടും ഗ്രേറ്റ് ആയ സ്ഥിതിക്ക് ഞാൻ ഇതിലൊരു സെലക്ഷനും നടത്തില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.